കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തുകളിലെ വാവേലി, പുല്ലുവഴിച്ചാൽ, വെറ്റിലപ്പാറ പ്രദേശങ്ങൾക്ക് കാട്ടാനപ്പേടിയിൽ നിന്നും കരകയറാനാകുന്നില്ല. ദിവസവും കാട് വിട്ട് പുറത്തു കടക്കുന്ന ആനക്കൂട്ടം ഈ പ്രദേശത്തുകാരുടെ ഉറക്കം കെടുത്തുകയാണ്. പരിഹാരമെന്തെന്ന ചോദ്യത്തിന് അധികാരികൾക്കും ഉത്തരമില്ല. വരുന്ന തെരഞ്ഞെടുപ്പ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതികരിക്കാനുള്ള അവസരമാക്കി മാറ്റാനും ആലോചനയുണ്ട്. കുട്ടികൾക്കെല്ലാം ഭീതിയാണ്. അവരെല്ലാം ഭയത്തോടു കൂടി നോക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നെട്ടോട്ടം ഓടുകയാണ്. ഇതിനെന്ത് പരിഹാരമാണ് സർക്കാർ ഉണ്ടാക്കി തരിക, എന്ത് രീതിയിലുള്ള ഇടപെടലാണ് ഉണ്ടാവുക എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെയാണ് ഞങ്ങൾക്ക് ഇനി മറുപടി കിട്ടേണ്ടത്. ഇല്ലെങ്കിൽ ആ മറുപടിക്കായി ഞങ്ങൾ എവിടെ പോകണം? ഇത്തരം കാര്യങ്ങളെല്ലാം ആണ് ഇവിടെയുള്ള ജനങ്ങളുടെ ആശങ്കയാണിത്. ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈമോൾ ബേബിയുടെ ഈ ചോദ്യം ന്യായമാണ്. ഉത്തരം നൽകാൻ ആരുമില്ലെന്ന് മാത്രം. ആനശല്യത്തിൽ എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഈ ഗ്രാമവാസികൾ. കൃഷിയിടങ്ങളിൽ മാത്രമല്ല, വീട്ടുമുറ്റങ്ങളിലും ആന നിത്യസന്ദർശകരായി. ഉറക്കമില്ലാതെ രാത്രിയിൽ ആനയെ ഭയന്ന് വീടിന് പുറത്താണ് നാട്ടുകാരിൽ വലിയൊരു വിഭാഗം. ആളുകൾ മാറുന്ന തക്കത്തിന് ആനക്കൂട്ടം കൃഷിയിടങ്ങളിലേക്കെത്തും. റബ്ബറും വാഴയും പൈനാപ്പിളുമെല്ലാം ചവിട്ടി ഞെരിക്കുകയാണ്. വർഷങ്ങളോളം പരിപാലിച്ച വിളകളാണ് നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതാകുന്നത്. എത്ര ലക്ഷം രൂപയുടെ നഷ്ടമെന്ന് കണക്കാക്കാൻ പോലും കഴിയില്ല. ജനങ്ങൾക്ക് കാട്ടിൽ കയറി ഒരു സാധനം എടുക്കാനോ അല്ലെങ്കിൽ കാട്ടിലേക്ക് കയറാനോ ജനങ്ങൾക്ക് പാടില്ല. അവിടെ വിരഹിക്കുന്ന കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി ചുമ്മാ കന്നാലിനെ അഴിച്ചുവിട്ടിരിക്കുന്ന പോലെ വന്ന് മേഞ്ഞ് ജനങ്ങളുടെ സൗരജീവവും അവരുടെ സ്വത്തും അവരുടെ കൃഷിയിടങ്ങളും നശിപ്പിക്കുന്ന ഈ മൃഗങ്ങളെ സർക്കാർ എന്തെങ്കിലും നിവൃത്തിയോടെ ആ വനത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാത്ത ഒരു സംവിധാനം അങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമാണ് ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാനും അതുപോലെ ഇവിടെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പോലും സാധിക്കുകയുള്ളൂ. വനത്തിൽ നിന്നും കിലോമീറ്ററുകൾ അകലെ വരെ ആനകൾ എത്തുന്നുണ്ട്. നാട്ടുകാരുടെ ദുരിതത്തിന് വനവകുപ്പാണ് പരിഹാരം കാണേണ്ടത്. എന്നാൽ അവർ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറല്ല. എല്ലാം നഷ്ടപ്പെട്ടവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരും എത്താറില്ലെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. ജനവാസ മേഖലയിലെത്താതെ ആനകളെ തുരത്താൻ എന്തെങ്കിലും നടപടിയുണ്ടായേ പറ്റൂ. അതാണ് ആവശ്യം. ഈ കണക്കിനുള്ള നാശനഷ്ടങ്ങളെല്ലാം ചെയ്ത വീടുകളിലേക്ക് ഒന്ന് കടന്നു വരികയോ ഒരു നല്ല വാക്ക് പറയുകയോ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്നൊരു വാക്ക് പറയാൻ പോലുമുള്ള ഒരു മനസാക്ഷി ഇതുവരെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇത് മാർച്ച് മാസമാണ്. ഇവിടുത്തെ കുട്ടികൾക്കെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കുട്ടികൾക്ക് ഇവിടെ സമാധാനമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. ഈ നിൽക്കുന്ന കൊച്ചു കുട്ടികളെ എല്ലാവർക്കും കാണാൻ കഴിയും. ഈ പിള്ളേരെല്ലാം ഇവിടെ അടുത്തുള്ള പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഈ കുട്ടികൾക്ക് ഒരു ദിവസവും രാത്രി സമാധാനമായിട്ട് പഠിക്കാനോ ഒരു പുസ്തകം തുറന്നു നോക്കാനോ പോലും സാധിക്കുന്നില്ല. അവസാനിക്കാതെ ദുരിതം തുടരുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന ആശയക്കുഴപ്പത്തിലാണ് ജനങ്ങൾ. ഇവിടെ ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും നടപടി വേണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തങ്ങളുടെ പ്രതികരണം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാനുള്ള ഒരു മാർഗമായി ഉപയോഗപ്പെടുത്താനാകുമോ എന്ന ആലോചനയിലാണ് നാട്ടുകാർ. ഇതിന് എന്തെങ്കിലും ഒരു നടപടി എടുത്തില്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഇലക്ഷന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനങ്ങളും ഈ കോട്ടപ്പടി പഞ്ചായത്തിൻ്റെ അതായത് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പല ഗ്രാമപ്രദേശങ്ങളും അവർക്ക് ഇതിന് പ്രതികരിക്കേണ്ടവരും. ഞങ്ങൾക്ക് ഒന്നേ മാത്രമേ പറയാനുള്ളൂ, വനത്തിൽ നിന്ന് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം എത്രയും പെട്ടെന്ന് ഒഴിവാക്കി തന്ന് ഞങ്ങൾക്ക് സൗകര്യമായിട്ട് കിടന്നുറങ്ങാനൊരു അവസ്ഥ സർക്കാരും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചെയ്യണമെന്ന്. KCV ന്യൂസ്, കോട്ടപ്പടി.